കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കും. ശാസ്താംകോട്ട കോടതിയിലാകും പ്രതികളെ ഹാജരാക്കുക. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നമ്മൾക്കറിയാം ഏവരെയും, അതായത് നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു അപകടമായിരുന്നു സ്കൂട്ടർ യാത്രക്കാരിയെ അപകടകരമായ നിലയിൽ വാഹനമോടിച്ച് കൊലപ്പെടുത്തിയ ഡോക്ടറും അതേപോലെ തന്നെ ആ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും. ഇവരെ ഇപ്പോൾ അന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അവരെ ഇന്ന് കോടതിയിൽ, ശാസ്താംകോട്ടയിലെ കോടതിയിൽ ഹാജരാക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷയും നൽകിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. ശാസ്താംകോട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇരുവരെയും ഹാജരാക്കുന്നത്. ഏകദേശം 11:30 മണിയോടുകൂടി കോടതിയിൽ കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പോലീസിന്റെ തുടർ നടപടികൾ അടക്കം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷയും പോലീസ് നൽകിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പോലീസ് ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു 3 ദിവസത്തേക്ക് കസ്റ്റഡി കാലാവധിയും പോലീസ് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അജ്മലും അതുപോലെ തന്നെ ഡോക്ടർ ശ്രീകുട്ടിയുമാണ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസും അതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 14 ദിവസത്തെ കസ്റ്റഡി കാലാവധിയായിരുന്നു. 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. അതിനുശേഷമാണ് ഒരു 3 ദിവസം കസ്റ്റഡി കാലാവധിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം ചോദിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നടപടി ക്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ശ്രീകുട്ടിയെയും ഡോക്ടർ ശ്രീകുട്ടിയെയും അതുപോലെ തന്നെ അജ്മലിനെയും ശാസ്താംകോട്ടയിലെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. വിനോദ്, പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകുന്നുണ്ടല്ലോ. അത് അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ തന്നെയാണോ പോലീസിന്റെ തീരുമാനം? പ്രശാന്ത്, തീർച്ചയായും അത് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കാരണം ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. സാമ്പത്തികമായ ചില ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് ശ്രീകുട്ടിയിൽ നിന്നും ശ്രീകുട്ടിയുമായി, അതായത് ഡോക്ടർ ശ്രീകുട്ടിയുമായി അജ്മലിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ചില പോലീസിന്റെ സംശയങ്ങൾ ഇരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില കണ്ടെത്തലുകൾ കൂടി അടിസ്ഥാനത്തിൽ ഇവർ ഡ്രഗ്സ് അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി നിലനിൽക്കുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ ഒരു വിശദ വിവരങ്ങൾ കൂടി പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക്, അതുപോലെ തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും പോലീസിന് കടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി പോലീസ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇവരെയും ശാസ്താംകോട്ടയിലെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. വിനോദ്, തീർച്ചയായും കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും 11 മണിയോടെ ശാസ്താംകോട്ടയിലെ കോടതിയിൽ ഹാജരാക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്.